Hello everyone, welcome to a new video. This video is on word stress. അപ്പോൾ ഇതിന് മുന്നേ സിലബിൾസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് യു വാച്ച് ദാറ്റ് വീഡിയോ ബിഫോർ യു കണ്ടിന്യൂ വിത്ത് ദിസ് വൺ. ഓക്കെ, സിലബിൾസിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ വേർഡ് സ്ട്രെസ്സിന് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, so please watch syllables before you watch word stress. So what is word stress? I told you last class that in English words are divided into syllables, and syllables are in turn given hierarchical importance. സിലബിൾസ് എല്ലാം ഒരേ രീതിക്കല്ല പ്രൊണൗൺസ് ചെയ്യുക. പ്രൈമറി സ്ട്രെസ്സ് കൊടുക്കുന്ന സിലബിൾസ് ഉണ്ട്, സെക്കൻഡറി സ്ട്രെസ്സ് കൊടുക്കുന്ന സിലബിൾസ് ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ പ്രൈമറി സ്ട്രെസ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ വെൻ യു അട്ടർ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആക്ച്വലി ഗിവ് ഇമ്പോർട്ടൻസ് ടു any one of the syllables in the particular word they pronounce. ഏതെങ്കിലും ഒരു സിലബിളിന് അവർ കുറച്ച് സ്ട്രെസ്സ് കൂട്ടിയായിരിക്കും അത് പറയുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നതും അവർ മലയാളം പറയുമ്പോൾ നമുക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവരുടെ ലാംഗ്വേജിൽ സ്ട്രെസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ ലാംഗ്വേജിൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിലെ എല്ലാ വാക്കുകളും എല്ലാ ശബ്ദങ്ങളും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ എന്താ പറയുക, ഇന്ത്യൻ നെയിംസും ഇംഗ്ലീഷ് നെയിംസും. പേരുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് നെയിംസ് നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ലാതെ ഉച്ചരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും. ഇന്ത്യൻ നെയിംസ് അവർ പറയുമ്പോൾ നമുക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നത് അവർ സ്ട്രെസ്സ് കൊടുക്കുന്നതുകൊണ്ടും നമ്മൾ സ്ട്രെസ്സ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഒരു എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരാം. ടേക്ക് ദിസ് പർട്ടിക്കുലർ നെയിം RAJESH. ഓക്കെ, നമുക്കത് രാജേഷ് ആണ്. വി ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദി എൻറ്റയർ വേർഡ്. ഏതെങ്കിലും ഒരു ശബ്ദത്തിന് പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കുന്നില്ല. രാജേഷ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയും. Whereas when people who speak English or native speakers of English, when they pronounce this particular name, അവർക്ക് ഇതൊരു അവരുടെ ഇടയിലൊരു കോമൺ നെയിം അല്ല. ഓക്കെ, ദിസ് ഈസ് എൻ ഇന്ത്യൻ നെയിം. സോ അവരോട് നമ്മുടെ പേര് രാജേഷാണ് എന്ന് നമ്മൾ പറയുമ്പോൾ what they do is they automatically stress one syllable and give less importance to the other syllable. ഓക്കെ, ഇപ്പോൾ ഈ പർട്ടിക്കുലർ നെയിമിൽ 2 സിലബിൾസ് ഉണ്ട്, റാ ആൻഡ് ജേഷ്. ഓക്കെ, റാ ജേഷ്. സോ അവരിതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ഒരു സ്ട്രെസ്സ് കൊടുക്കുകയുള്ളൂ. സോ നമ്മൾ ഈ സിനിമയിലൊക്കെ അല്ലെങ്കിൽ സിനിമ സീരീസിലൊക്കെ കാണുമ്പോൾ അവർ ഈ വാക്ക് അല്ലെങ്കിൽ ഈ പേര് അവർ ഉച്ചരിക്കുന്നത് രജേഷ് എന്നാണ്. കാരണം ഫസ്റ്റ് സിലബിളിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സെക്കൻഡ് സിലബിളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരതിനെ രജേഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രെസ്സിൻ്റെ സിമ്പിൾ ആണ് ഈ കാണുന്നത്. Okay, you just put a small apostrophe like mark just before the syllable you stress. പ്രൈമറി സ്ട്രെസ് കൊടുക്കുന്ന സിലബിളിന് തൊട്ട് മുന്നിലാണ് നമ്മൾ ആ മാർക്ക് ഇടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഇംഗ്ലീഷ് നെയിം എടുക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ARNOLD. അപ്പം നമ്മളിത് ഉച്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദി എൻറ്റയർ നെയിം ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ശബ്ദത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ ഇല്ല. നമ്മളിത് വായിക്കുമ്പോൾ ഇതിനെ നേരെ അത് മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, അർണോൾഡ്. എല്ലാ ശബ്ദത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറാസ് a native English speaker would pronounce this name as Arnold. Okay, they pronounce this name as Arnold because they give primary stress to the first syllable. Okay, first syllable അതിന് പ്രൈമറി സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ
ഒരു അപ്പോസ്ട്രഫി മാതിരി ഒരു ചെറിയ മാർക്ക് ഇട്ടേക്കുന്നത്. ബിക്കോസ് ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. സോ ദേ ഗിവ് പ്രിഫറൻസ് ടു ദ ഫസ്റ്റ് സിലബിൾ വിച്ച് ഇസ് ആർ. ആൻഡ് NOLD വളരെ ചെറിയ ഇമ്പോർട്ടൻസോട് കൂടി അങ്ങ് ഓൾമോസ്റ്റ് അങ്ങ് നിഗ്ലക്റ്റ് ചെയ്ത് കളയാണ്. ആർണൾഡ്, അർണോൾഡ് എന്ന് അവർ നോൾഡ് എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് നിൽഡ് ഫോർ ദം. കാരണം അതിൽ സ്ട്രെസ്സ് വീഴാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ദേ വുഡ് പ്രൊനൗൺസ് ദിസ് നെയിം എസ് ആർണൾഡ്. നമ്മളുടെ പ്രൊനൗൺസിയേഷൻ നമുക്കങ്ങനെ ഒരു സ്ട്രെസ് ഡിഫറൻസ് ഇല്ല. നമ്മൾ ഈ പേര് കാണുമ്പോൾ ഉടനെ നമ്മൾ അതിനെ അർണോൾഡ് എന്നാക്കുകയാണ്. ഓക്കെ, സോ ഇതിന് കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സ് അവരുടെ ലാംഗ്വേജിൽ സ്ട്രെസ്സ് ഉള്ളതുകൊണ്ടും നമ്മുടെ ലാംഗ്വേജിൽ ഇല്ലാത്തത് കൊണ്ടുമാണ്. അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു നോർമൽ വേർഡ് എടുക്കുവാണെങ്കിൽ AGREE. ഓക്കെ, നമ്മളിത് ഇത്രയും നാൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്തിരുന്നത് എഗ്രി എന്നാണ്. ഫസ്റ്റ് സൗണ്ട് എ സൗണ്ട് കൊടുക്കും. ലെറ്റർ എ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സൗണ്ടാണ് കൊടുക്കുക. ദ സൗണ്ട് എ. ഓക്കെ, എഗ്രി 2 സിലബിളുണ്ട്. ഒന്നിതും ബാക്കി ഇതും. ഫസ്റ്റ് വൺ ആൻഡ് ദ സെക്കൻഡ് വൺ. ഇതിൽ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഷുഡ് ബി agree. Okay, it starts with the sound a. Okay, and the stress falls on the gree part. Okay, first syllable stress വീഴാത്തതുകൊണ്ടാണ് we use the schwas sound a. സ്ട്രെസ് തീരെയില്ല. That is why we just pronounce the word the sound as a, and the rest is given importance. So agree. ഗ്രീ പാട്ട് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണം. സോ സിമിലർലി ഇഫ് യു ടേക്ക് another example, for example APPLICATION. Okay, a native speaker of English always gives stress to this particular syllable. അപ്പോൾ ഇതിനെ സിലബിളായിട്ട് തിരിക്കുകയാണെങ്കിൽ ആപ്പ്, ലി, K and shin. There are 4 syllables. ഇതിലെ third syllable ആണ് native English speakers would give stress to. So the pronunciation of this particular word is application. Okay, K എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഉയർത്തി സ്ട്രെസ്സ് കൊടുത്ത് പറയണം. ആപ്ലിക്കേഷൻ. ഓക്കെ, ആ ഒരു റിഥം അതിൽ വേണം പറയുമ്പോൾ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സ്ട്രെസ്സ് കൊടുക്കാറില്ല. സോ ഇതുപോലെ എവിടെയാണ് സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, where not to give stress and where to give stress, we are going to learn some rules about these things. അതിനെക്കുറിച്ച് കുറച്ച് റൂൾസ് നമ്മൾ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ദീസ് റൂൾസ് ആർ നോട്ട് എക്സോസ്റ്റീവ്. അതായത് എല്ലാ റൂൾസും ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഗിവിങ് യു ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാം പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ഉണ്ട് പഠിക്കാനാണെങ്കിൽ. ഐ എം ജസ്റ്റ് ഗിവിങ് യു ആൻ ഇൻട്രൊഡക്ഷൻ as to some of the basic rules regarding certain common words that we usually use. Okay, so the first rule with നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു എക്സാമ്പിളാണ് agree. Okay, words similar to agree which have words which have a weak prefix. Okay, prefix എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന. Okay, in these words ഇതാണ് prefixes. Okay, so these are weak prefixes. ഇങ്ങനെ weak prefixes ഉള്ള എല്ലാ വാക്കുകളുടെയും സെക്കൻഡ് സിലബിൾ ആണ് സ്ട്രെസ്ഡ്. So if you are given these words and asked to mark stress, you mark stress just in front of the second syllable. അതായത് ഇതിൽ എല്ലാ വാക്കുകളിലും 2 സിലബിൾസേ ഉള്ളൂ. എയും റൈസും, ആൻഡ് ലോൺ, ആൻഡ് പാർട്ട്, ആൻഡ് ബവ്, ആൻഡ് ബൗട്ട്. സോ ഇതിലെല്ലാത്തിലും സ്ട്രെസ്സ് വീഴുന്നത് in front of the second syllable. Okay, you just put up an apostrophe like mark. അപ്പോൾ സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ ഒരു വാക്ക് തന്നിട്ട് സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹൗ ഡു യു പ്രൊനൗൺസ് ദീസ് വേർഡ്സ്? arise, okay, alone, apart, above, about,
Okay, arise alone അങ്ങനല്ല. First syllable is just a very small weak syllable which is അത്രേ പാടുള്ളൂ. ബാക്കി വരുന്ന രണ്ടാമത്തെ സിലബിൾ നമ്മൾ മാക്സിമം സ്ട്രെസ് കൊടുത്ത് പറയുക. അറൈസ്, alone, apart, above, about. Okay, same is the case with this set. Okay, ഈ രണ്ടാമത്തെ സെറ്റിൽ here we have one syllable and then this is the second syllable. Okay, എല്ലാത്തിലും രണ്ട് സിലബിൾസേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നുള്ള വാക്കുകളാണ്. ഓക്കെ, സോ അഗൈൻ സ്ട്രെസ്സ് വീഴുന്നത് സെക്കൻഡ് സിലബിളിൻ്റെ മുന്നിലാണ്. Okay, because the first syllable is not stressed, second syllable is stressed. Okay, അപ്പോൾ ഇത് below അല്ല. Okay, it is below, become, begin, believe, beside. Give primary stress to the second syllable. Okay, രണ്ടിനും കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു മാർക്ക് സ്ട്രെസ്. അതിനെ സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എത്ര വവൽ സൗണ്ട്സ് ഉണ്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ beside has two syllables and the second syllable is stress. Side എന്ന സിലബിളാണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. So moving on to some other words. Words which carry words which are negativized using the prefix dis. Okay, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള വേർഡാണ് ഡിസ്റ്റർബ്. ഓക്കെ, സോ all these words have dis as the prefix. Okay, dis prefix ആയിട്ട് വരുന്ന എല്ലാ വാക്കിലും സെക്കൻഡ് സിലബിളാണ് എന്ത് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി സ്ട്രെസ് falls on the second syllable in all these words. Okay, so how do you pronounce these words? Disarm, okay, dismiss, disturb, distress, disgrace. Okay, importance second syllable nu kodukka. Same is the case with words which end with ate. Okay, ate, eight വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കിലാണെങ്കിലും you give primary stress to the second syllable. So how do you pronounce these words? Narrate, migrate, debate, locate, vibrate. Okay, so stress falls on these syllables. Sorry, or you write and you would, okay, and narrate. So moving on, words which end with tion, shen. So with words which end in tion, അതിൻ്റെ പെനാൾട്ടിമേറ്റ് സിലബിൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ സെക്കൻഡ് ലാസ്റ്റ് സിലബിളാണ് എപ്പോഴും പ്രൊനൗൺസ് ചെയ്യുക ഫോർ വേർഡ്സ് വിച്ച് എൻഡ് ഇൻ tion. സോ ഇവിടെ നോക്കൂ, ദ ലാസ്റ്റ് സിലബിൾ ഇസ് ഷൻ, അതിന് തൊട്ട് മുന്നേ കിടക്കുന്ന സിലബിൾ സേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അത് തന്നെ ഹിയർ ഐ എം മാർക്കിംഗ് ദ സെക്കൻഡ് ലാസ്റ്റ് സിലബിൾ. സോ ഈ സിലബിൾസാണ് ഈ വാക്കുകളിലൊക്കെ tion വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകളിലൊക്കെ സ്ട്രെസ്സ് ചെയ്യേണ്ടത്. സോ ഹൗ ഡു യു പ്രൊനൗൺസ് ദിസ്? നമ്മൾ വെറുതെ സ്ട്രെസ്സ് മാർക്ക് ചെയ്തിട്ട് മാത്രം കാര്യമല്ല, പ്രൊനൗൺസ് ചെയ്യുമ്പോഴും അതുപോലെ പ്രൊനൗൺസ് ചെയ്യണം. സിവിലൈസേഷൻ, ഓക്കെ, ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സിവിലൈസേഷൻ, കൾട്ടിവേഷൻ, എക്സാമിനേഷൻ, ഇമാജിനേഷൻ. ഓക്കെ, സോ യു ഗിവ് സ്ട്രെസ് ടു ദ സെക്കൻഡ് ലാസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ബട്ട് വൺ സിലബിൾ, വേർഡ്സ് എൻഡിങ് ഇൻ tion. അതുപോലെ EER ഇതിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അവിടെ ഇങ്ങനെയുള്ള വാക്കുകളിൽ ദ ലാസ്റ്റ് സിലബിൾ ഇസ് സ്ട്രെസ്ഡ്. സോ എൻജിനീയർ, ഓക്കെ, സ്ട്രെസ് ഇവിടെ വരും. വോളണ്ടിയർ, കരിയർ,
Okay, the stress falls on the second syllable in all these words. അതുപോലെ തന്നെ AINൽ എൻഡ് ചെയ്യുന്നതാണ് ഈ വാക്കുകളെല്ലാം. Again, the stress falls here on the second syllable. Obtain, maintain, explain, retain. Okay, all are pronounced in the second syllable. ഇനി കുറച്ച് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ എന്താ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം വേർബ്. ഇപ്പോൾ നൗൺ ആൻഡ് adjective. For example, here we have these two words. Okay, ഇത് നൗണും ഇത് adjective-ആണ്. Okay, so ഇതിൽ in these words stress falls differently. So in words ending with in words ending with LOGICAL അല്ലെങ്കിൽ ഇങ്ങനെയുള്ള adjective ഫോംസ് ഉള്ള വാക്കുകളിലെല്ലാം the stress falls on the third last syllable. Okay, so it is ബയോളജിക്കൽ. നമ്മൾ കൂടുതൽ പേർക്കും ബയോളജിക്കൽ എന്ന് പറഞ്ഞാണ് ശീലം. അല്ല, ബയോളജി കറക്റ്റാണ്. ഓക്കെ, ബയോളജി, ഇവിടെ ഓളജി. ഓക്കെ, അതിന് സ്ട്രെസ്സ് കൊടുക്കുന്നത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഓളജിക്കല്ല സ്ട്രെസ്സ്, ലോജിക്കൽ ആണ്. സോ ഹിയർ ദിസ് ഈസ് ബയോളജി, ബട്ട് ദിസ് ഈസ് ബയോളജിക്കൽ. ഓക്കെ, ഇറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ syllable which is given importance, biological, law. Okay, the third syllable from the last. അതുപോലെ philosophy ആണ്. Okay, that is correct, but philosophical, third syllable from the last, philosophical. morphology ആണ്, correct ആണ്. Okay, morphology, but morphological, the stress falls on law. Okay, biology, biological, philosophy, philosophical, morphology, morphological. There are words which have the same spelling as a noun and as a verb. ഒരേ സ്പെല്ലിംഗ് ഉള്ള നൗൺ ഫോമും വേർബ് ഫോമും ഉള്ള വാക്കുകളുണ്ട്. അതിൽ ഉള്ളൊരു കുറച്ച് എക്സാമ്പിൾസാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് us look at the noun form of present. ഓക്കെ, സോ ഈ നൗൺ ഫോംസ് എഴുതുമ്പോൾ the first syllable is stressed in all these noun forms. Verb formsil it is the second syllable which is stressed. Okay, the second syllable. അപ്പോൾ പറയുമ്പോഴും ആ രീതിക്ക് മാറ്റിയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനമാണ്. ആ സാധനം ഇറ്റ്സ് എ നൗൺ. ഓക്കെ, സോ അത് പ്രസൻറ്റ്, ബിക്കോസ് ഫസ്റ്റ് സ്ട്രെസ്സ് വന്നിട്ട് ഫസ്റ്റ് സിലബിളിൽ വീഴുന്നു. വേർബ് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്, അതായത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ലൈക്ക് വി ആർ പ്രസൻറ്റിങ് എ പേപ്പർ. ഓക്കെ, അവിടെ വരുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റ്. Okay, the stress falls here, present in the second syllable. അതുപോലെ തന്നെ മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പ്രോജക്റ്റും പ്രൊജക്റ്റും. പ്രോജക്റ്റ് ഈസ് സംതിങ് വിച്ച് വി സബ്മിറ്റ്, ഒരു സാധനമാണ് അല്ലേ, നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രോജക്റ്റ്. ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ നൗൺ, ഒരു സാധനമാണത്. വേർബ് എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്, പ്രൊജക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പ്രൊജക്ടറിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മളത് ബോർഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതൊരു പ്രവൃത്തിയാണ്. ഓക്കെ, ചെയ്യുന്നൊരു കാര്യമാണ് പ്രവൃത്തി. സോ അവിടെ the stress falls on the second syllable, so it is pronounced or uttered as project. Okay, verb from a projectum, noun from a projectum. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേർബ് ഫോം എടുക്കുവാണ്, കൺവിക്റ്റ്. കൺവിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ശിക്ഷിക്കുക എന്നാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ കോടതി അയാളെ
ഇന്ന ക്രൈം ചെയ്തതുകൊണ്ട് അയാളെ കൺവിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഇറ്റ് ഫോൾസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ, കൺവിക്റ്റ്. ഓക്കെ, con is not stressed, but vict is stressed, so it is convict. Whereas noun form ഉണ്ട്, അതായത് ആരെയാണോ ശിക്ഷിക്കുന്നത്, ഓക്കെ, അയാൾ ആ സമയം മുതൽ ഒരു കോൺവിക്റ്റാണ്. ഓക്കെ, അയാൾ അത് ആ സമയം മുതൽ കുറ്റം ചെയ്ത ഒരാളാണ്, കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ജയിലുകൾ അല്ലെങ്കിൽ പ്രിസണിലുള്ളവരെല്ലാം കോൺവിക്സ് ആണ്, കാരണം അവരെ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. ഓക്കെ, സോ ഇറ്റ്സ് അതൊരു എന്താ പറയുക, ഒരു ദേ ആർ പീപ്പിൾ, ദേ ആർ പേഴ്സൺസ്. സോ അവിടെ ഇറ്റ്സ് എ നൗൺ ഫോം ആൻഡ് ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ con. Okay, so this is convict, but this one is convict. And most importantly, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. The verb form of CONDUCT is conduct. അതാരും അങ്ങനെ തെറ്റിക്കാറില്ല. ഓക്കെ, നമ്മളൊരു പരിപാടി കണ്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ, കണ്ടക്ട്. ഓക്കെ, വേറാസ് ഇതിനൊരു നൗൺ ഫോം ഉണ്ട്. ഓക്കെ, നൗൺ ഫോം, there is a noun form for the same word with the same spelling, which is conduct. ഓക്കെ, കോണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, നമ്മളുടെ ഒരു ജനറൽ ബിഹേവിയർ അറ്റ് എ പ്ലേസ്. ഓക്കെ, നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിലോട്ട് വന്നപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TCയുടെ കൂടെ ഒരു CCയും കിട്ടിക്കാണും, വിച്ച് ഇസ് എ കോണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ്. ഇതാണ് ആ വാക്ക്, കോണ്ടക്റ്റ്. നിങ്ങളതിനെല്ലാം കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് സാധാരണ കൂടുതൽ കുട്ടികളും അത് പറയാറ്. കോണ്ടാക്റ്റ് അല്ല, ഇറ്റ് ഈസ് കോണ്ടക്റ്റ്. കോണ്ടക്റ്റ് മീൻസ് യുവർ ബിഹേവിയർ, നിങ്ങളുടെ കോണ്ടക്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോണ്ടക്റ്റ് ബിക്കോസ് ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ, കോണ്ടക്റ്റ്. ദിസ് വൺ is the verb form, എന്തെങ്കിലും നടത്തുന്നത്, conduct. Okay, so this is the difference between the noun forms and the verb forms. Okay, so this is all about word stress. Thank you all.